സ്വർണ്ണക്കൊള്ളക്കേസിൽ നിർണായകമായ തൊണ്ടി മുതൽ ഇനി കിട്ടില്ലെന്ന നിഗമനത്തിൽ SIT. തൊണ്ടി മുതൽ ലഭിക്കാതെ തന്നെ കുറ്റപത്രം സമർപ്പിക്കാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം. കേസിൽ 3 മുൻ ദേവസ്വം ഉദ്യോഗസ്ഥർ ഉടൻ അറസ്റ്റിലായേക്കും. ഇതിനിടെ തന്ത്രി കണ്ഠരര് രാജീവർക്കും കുടുംബത്തിനും ആദായ നികുതി വകുപ്പ് അറിയാത്ത വൻ നിക്ഷേപമുണ്ടെന്ന് SIT കണ്ടെത്തി. ദ്വാരപാലകപാളികളിൽ നിന്നും കട്ടിളപ്പാളികളിൽ നിന്നുമായി 1.5 കിലോയ്ക്കടുത്ത് സ്വർണം കൊള്ളയടിക്കപ്പെട്ടത് ഏറെക്കുറെ ഇത്രയുമാണെന്നാണ് SITയുടെ നിഗമനം. എന്നാൽ കൊള്ളയടിക്കപ്പെട്ട ഈ തൊണ്ടി മുതൽ കണ്ടെത്താൻ ഇന്നേ വരെ SITക്ക് കഴിഞ്ഞിട്ടില്ല. തൊണ്ടി മുതൽ കണ്ടെത്താൻ കഴിയാത്ത കാരണത്താലാണ് കുറ്റപത്രം വൈകുന്നതെന്നും SIT നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ തൊണ്ടി മുതൽ ലഭിക്കുന്നത് കാത്തുനിന്നാൽ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിലാണ് ഇപ്പോൾ SIT. അതിനാൽ 3ാമത്തെ ശാസ്ത്രീയ പരിശോധനാ ഫലം ലഭിക്കുന്നതിന് പിന്നാലെ കുറ്റപത്രം നൽകാനാണ് SIT ആലോചിക്കുന്നത്. കുറ്റപത്രത്തിനോടൊപ്പം തന്നെ തൊണ്ടി മുതൽ കണ്ടെത്തുന്നതിനു വേണ്ടിയുള്ള തുടരന്വേഷണ ശുപാർശയും വെക്കാനാണ് ഇപ്പോൾ ആലോചന. ഇതിനിടെ തന്ത്രി കണ്ഠരര് രാജീവർക്കും കുടുംബത്തിനും ആദായ നികുതി വകുപ്പ് അറിയാത്ത വൻ നിക്ഷേപമുണ്ടെന്ന് SIT കണ്ടെത്തി. തന്ത്രിയുടെയും ഭാര്യയുടെയും പേരിൽ ലക്ഷങ്ങളുടെ നിക്ഷേപങ്ങളുണ്ട്. തന്ത്രിയുടെ വരുമാനത്തിൽ ക്രമാതീതമായ വർധനയുണ്ടായെന്നും കണ്ടെത്തി. ഈ അധിക പണം സ്വർണ്ണക്കൊള്ളയുടെ ഭാഗമായാണെന്നാണ് SITയുടെ വിലയിരുത്തൽ. അതേസമയം 3 ദേവസ്വം മുൻ ഉദ്യോഗസ്ഥരുടെ അറസ്റ്റിന് കൂടിയുള്ള നീക്കങ്ങൾ SIT തുടങ്ങി. ഇവർ മൂവരും നിലവിൽ പ്രതിപ്പട്ടികയിലുള്ളവരാണ്. പ്രതിപ്പട്ടികയിലുള്ള ഒരു മുൻ ഉദ്യോഗസ്ഥന്റെ പങ്കുകൂടി SIT പരിശോധിക്കുന്നുണ്ട്. എന്നാൽ രാഷ്ട്രീയ നേതാക്കൾക്ക് പങ്കുള്ളതായി ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ഒരിടത്തും SIT പറയുന്നുമില്ല. റിപ്പോർട്ടർ, തിരുവനന്തപുരം.